السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه وأتباعه أجمعين. الله سبحانه وتعالى പറഞ്ഞു خلق لكم ما في الأرض جميعا. ഈ ആകാശവും ഭൂമിയും ഈ ദുനിയാവ് മുഴുവനും സൃഷ്ടിച്ചത് അവൻ്റെ സൃഷ്ടികൾക്കാണ്, അള്ളാഹുവിന് വേണ്ടിയല്ല. അവൻ്റെ സൃഷ്ടികളുടെ സ്വജീവിതത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ അങ്ങനെ അള്ളാഹു ചെയ്തു തന്ന ആ നിഅമത്തുകളെ നമുക്കാർക്കും എണ്ണി 10ഓ 100ഓ 1000ഓ എന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹു എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മെ അവൻ മുസ്ലിമാക്കിയത് തന്നെ ഏറ്റവും മഹാഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി വഴിപ്പെടലും അവൻ വിരോധിച്ച മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കലുമാണ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന നന്ദി. ഏറ്റവും വലിയ ഒരു നന്ദി അതാണ്. അവൻ ചെയ്തുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അവനോട് നന്ദി ചെയ്യുക. അത് ഖൽബ് കൊണ്ടും ചെയ്യാം, നാവ് കൊണ്ടും ചെയ്യാം. അള്ളാഹുവിൽ വിശ്വസിക്കുക, അവനെ സ്മരിക്കുക, മനസ്സാ അവനെ സ്തുതിക്കുക. ഈ 3 കാര്യങ്ങൾ ഖൽബ് കൊണ്ട് ചെയ്യുന്ന നന്ദിയാണ്, ശുക്രാണ്. പിന്നെ നാവ് കൊണ്ടുള്ളത് അവന് സ്തുതി പറയുക, അവൻ ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയുക. ഈ കാര്യങ്ങളാണ് നാവ് കൊണ്ട് ചെയ്യുന്ന നന്ദി. അപ്പോൾ അവന് ചെയ്യുന്ന നന്ദിയും ശുക്രും എല്ലാം അത് രഹസ്യമായിട്ട് ചെയ്യുക. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫി സുദൂർ. നമ്മൾ കണ്ണുകൊണ്ട് ഒരാൾ ഒളിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഒരു കണ്ണ് അടച്ചു പിടിച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് നോക്കുക. അങ്ങനെ നമ്മൾ ഒളിച്ചും പാത്തും നോക്കുന്ന നോട്ടത്തെ പോലും അള്ളാഹു കാണും. അതുപോലെ ഹൃദയത്തിൽ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ കാണാൻ കഴിവുള്ള ആളാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും രഹസ്യമായി ചെയ്താൽ മതി. ഇബാദത്ത് നമ്മൾ 5 നേരം നിസ്കരിക്കുമ്പോഴും അത് രഹസ്യമായിട്ട് ചെയ്താൽ മതി, പരസ്യമായി ചെയ്യേണ്ട. അള്ളാഹു അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ്. അതുപോലെ ചില ആൾക്കാർ നിസ്കാരം കഴിഞ്ഞ്, അല്ലെങ്കിൽ നിസ്കരിക്കാതെ തന്നെ ആയിക്കോട്ടെ, നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ആ മനുഷ്യൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു മുത്തുമാല കയ്യിലുണ്ടാവും. ആ മുത്തുമാല കയ്യിൽ പിടിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുന്നതിനിടയിൽ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ആരെങ്കിലും കണ്ടാൽ അവരുമായിട്ട് സംസാരിക്കും. ആ സംസാരത്തിനിടയിലും തസ്ബീഹ് മണി ഇങ്ങനെ മറിച്ചുകൊണ്ടേയിരിക്കും. സംസാരം തീരുമ്പോൾ ആ തസ്ബീഹ് മണി 100 എത്തുകയും ചെയ്യും. അപ്പോൾ ആ തസ്ബീഹ് മണി സംസാരത്തിനിടയിൽ ഇങ്ങനെ മറിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഞാൻ തസ്ബീഹ് ചെല്ലുന്ന ആളാണ്, ഞാൻ എപ്പോഴും അപരാധിലാണ്, ഞാൻ എന്നും തഖ്വയുള്ള ആളാണ് എന്ന് ആ മനുഷ്യനെ ബോധിപ്പിക്കാൻ വേണ്ടി ഈ തസ്ബീഹ് മണി എപ്പോഴും ഇങ്ങനെ മറിച്ചുകൊണ്ടേയിരിക്കും. അത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അള്ളാഹു തആല ചോദിച്ചു, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. ഗഫൂറുർ റഹീമായ അള്ളാഹു ഈ ദുനിയാവിൽ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണി പറയാൻ ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ എന്ന് അള്ളാഹ് ചോദിച്ചു. അള്ളാഹു വായുവും വെള്ളവും എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെ ദുനിയാവിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം അള്ളാഹു തന്നതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് ആ അനുഗ്രഹങ്ങൾ എന്നെ തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ വാരിക്കോരി നിഅമത്തുകൾ തന്ന അള്ളാഹുവിനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന നന്ദി എന്തിന് എണ്ണി തിട്ടപ്പെടുത്തണം? അതാ അള്ളാഹ് ചോദിക്കുന്നത്, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്നെ തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്ത് നിങ്ങൾ എന്തിന് എണ്ണി തിട്ടപ്പെടുത്തണം? എനിക്ക് വേണ്ടി ചെയ്യുന്ന നന്മ അല്ലെങ്കിൽ സ്തുതി എന്തിനു വേണ്ടി നിങ്ങൾ എന്നെ തിട്ടപ്പെടുത്തണം? എന്നാലും കണക്കൊന്നും വേണ്ട. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ചെയ്താൽ മതി. എന്നെ തിട്ടപ്പെടുത്തി കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അള്ളാഹ് പറയുന്നു. തന്നെയുമല്ല, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കരായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യനോട് അള്ളാഹു തആല കൽപ്പിച്ചിട്ടില്ല. നിഷ്കളങ്കമായി വേണം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ. അല്ലാതെ നോമ്പ് പിടിക്കുന്നതും നിസ്കരിക്കുന്നതും ദിക്ർ ചെല്ലുന്നതും ഒന്നും ആരും കാണാൻ പാടില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. അള്ളാഹുമായിട്ട് സംസാരിച്ച പ്രവാചകനാണ്, ഒരു സമൂഹത്തിൻ്റെ പ്രവാചകനാണ്.
ആ പ്രവാചകനോട് അള്ളാഹു താല ചോദിച്ച, മൂസ നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പഠിക്കുന്നുണ്ട്, ദിക്ർ ചെല്ലുന്നുണ്ട്, ഇതുപോലെ ഉള്ള എല്ലാ ഇബാദത്തോളും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിസ്കരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നോമ്പ് പഠിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, തസ്ബീഹ് ദിക്ർ ചെല്ലുന്നത് എനിക്ക് വേണ്ടിയല്ല, അതെല്ലാം നിനക്ക് വേണ്ടിയാണ്. നീ നിസ്കരിക്കുന്നത് കൊണ്ട് നിനക്ക് സ്വർഗം കിട്ടും, നീ നോമ്പ് പിടിക്കുന്നത് കൊണ്ട് നിന്റെ സ്വറാത്ത് പെട്ടെന്ന് നിന്റെ കാര്യം നടന്നു പോകും, ദിക്ർ ചെല്ലുന്നത് കൊണ്ട് സ്വർഗത്തിൽ നിന്റെ ദർജകൾ ഉയർത്താനുള്ളതാണ്, അല്ലാതെ എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു താല ചോദിച്ചത്. അപ്പോൾ ഒരു പ്രവാചകനോട് അങ്ങനെ ചോദിക്കാമെങ്കിൽ നമ്മളോട് പിന്നെ അള്ളാഹുവിന് എന്താ ചോദിക്കാൻ പറ്റാത്തത്? അള്ളാഹു ചോദിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷേ ആ രഹസ്യമായിട്ട് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു താല മൂസാ നബിയോട് പറഞ്ഞു, മൂസ, എനിക്ക് ഇവിടെ ചെയ്യുന്ന ഇബാദത്ത് ഞാൻ പറഞ്ഞു തരാം. വയറ് വിശന്നവന് നീ ആഹാരം കൊടുക്കണം. നിന്നോട് ചോദിക്കട്ടെ ചോദിക്കാതിരിക്കട്ടെ, വയറ് വിശന്നവനാണോ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് ഭക്ഷണം കഴിക്കാത്തവനാണെങ്കിൽ അവന് ആഹാരം കൊടുക്കണം. പിന്നെയോ, വസ്ത്രമില്ല, അവനെ ഇടാൻ കൊടുക്കാൻ വസ്ത്രമില്ലെങ്കിൽ നീ അത് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെയാണ്, അങ്ങനെയുള്ള നന്മകളാണ് എന്നിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള നന്മകൾ വേണം നീ ചെയ്യാനെന്ന് ഒരു പ്രവാചകനോട് അള്ളാഹു തആല പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാരിക്കോരി നിഅമത്തുകൾ ചെയ്തതെന്ന് അള്ളാഹുവിന് നമ്മൾ രഹസ്യമായി വേണം ശുക്ർ ചെയ്യാൻ, നന്ദി ചെയ്യാൻ. അല്ലാതെ നടക്കുന്ന വഴി സ്ത്രീകളെ കാണാം, കുടുംബശ്രീക്കോ അയൽക്കൂട്ടത്തിനോ അതുപോലെ മറ്റെന്തെങ്കിലും പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ കൈയുടെ വിരലിൽ കാണാം ഒരു കൗണ്ടർ. എന്തിനു വേണ്ടിയാ? ദിക്ർ ചെല്ലാനല്ല, അള്ളാഹുവിനെ സ്മരിക്കാനല്ല, സ്തുതിക്കാനല്ല. മറ്റുള്ളവർ കാണണം ഞാൻ ഇബാദത്തുകാരിയാണ്, ഞാൻ ദിക്ർ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവളാണ്, ദിക്ർ ചെല്ലുന്നവളാണെന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുത്താൻ വേണ്ടി എപ്പോഴും കൗണ്ടർ കയ്യിൽ കൊണ്ടു നടക്കും. അത് വേണ്ട. അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിൽ മറ്റുള്ളവരെ കൂടി പങ്കു ചേർക്കലാണ്. അത് വേണ്ട. അങ്ങനെയുള്ളവരെ അള്ളാഹു തആല നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയും. പിന്നീട് അള്ളാഹുവിന് വേണ്ടി എത്ര ഒരു വഖത്ത് നിസ്കരിച്ചാൽ മതി, അത് രഹസ്യമായി അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്ത് ഇബാദത്തോളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും വേണ്ടി ചെയ്യണം. അതിന് അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അർഹമുർ റഹീമായ അള്ളാഹുവേ, ഞങ്ങളെ സാധുക്കളാണ് റബ്ബേ, ഞങ്ങൾ ബുദ്ധി കുറഞ്ഞവരാണ്, വിവരം കുറഞ്ഞവരാണ് പടച്ചവനെ. ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും എല്ലാ അറിവില്ലായ്മയും പുറത്ത് മാപ്പാക്കണേ തമ്പുരാനെ. നരകത്തിൽ കിടക്കുന്ന പാപികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അള്ളാഹുവേ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ എല്ലാ കുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി സ്വർഗാവകാശികൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.